അപ്പോൾ ആകാശ പ്രതിസന്ധി അങ്ങനെ തുടരുകയാണ്. ഇൻഡിഗോ വിമാനങ്ങൾ കൂടുതൽ റദ്ദാക്കുകയോ വൈകുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് കരിപ്പൂരിൽ നിന്നും. സമീർ, എന്താണ് ആ വിമാനത്താവളത്തിന്റെ അവസ്ഥ? അവിടെ യാത്രക്കാർ ബുദ്ധിമുട്ടുന്നുണ്ടോ? വിമാന സർവീസ് പ്രതിസന്ധി കരിപ്പൂർ വിമാനത്താവളത്തെയും കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. 4 ഇൻഡിഗോ വിമാന സർവീസുകളാണ് കരിപ്പൂരിൽ നിന്നും നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത്. ഒന്ന് കരിപ്പൂർ അബുദാബി ഫ്ലൈറ്റാണ്. അത് പുലർച്ചെ 1:25. ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി കൂടി ചേരുകയാണ്. മനീഷ്, ചെന്നൈയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം മനീഷിന് തന്നെ അറിയുന്ന ചില വിവരങ്ങളുണ്ടല്ലോ, ചിലർ വ്യക്തിപരമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ. ഭാഷ്മി, അതിഗുരുതര പ്രതിസന്ധിയിലൂടെയാണ് ഇൻഡിഗോയെ വിശ്വസിച്ച് ടിക്കറ്റ് എടുത്ത ആയിരക്കണക്കിന് യാത്രക്കാരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കഴിഞ്ഞ ഏകദേശം ഒരു 48 മണിക്കൂറോളമായി ഇവർ വലിയ തോതിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെന്നൈ ആണെങ്കിലും ഹൈദരാബാദ് ആണെങ്കിലും ബംഗളൂരു വിമാനത്താവളമാണെങ്കിലും ഇവിടങ്ങളിലൊക്കെ യാത്രക്കാരുടെ വലിയ പ്രതിഷേധം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നിലയുണ്ട്. വ്യക്തിപരമായി തന്നെ നമ്മളോട് പലരും ഈ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട ഒരു വ്യക്തി, അവർക്ക് പോകേണ്ടത് കൊൽക്കത്തയിലേക്കായിരുന്നു. കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലെത്തുന്നു. ചെന്നൈയിൽ നിന്ന് അവർക്ക് കണക്ഷൻ ഫ്ലൈറ്റ് കൊടുത്തിരിക്കുന്ന ആൻഡമാനിലേക്കാണ്. ആൻഡമാനിൽ പോയി അതിനുശേഷമാണ് അവർ തിരികെ കൊൽക്കത്തയിലെത്തുന്നത്. വളരെ ഒരു ഗുരുതര സാഹചര്യം, ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി യാത്രക്കാർ, ഒന്നല്ല ആയിരക്കണക്കിന് യാത്രക്കാർ സമാനമായ രീതിയിലൂടെ കടന്നു പോകുന്നു കഴിഞ്ഞ 48 മണിക്കൂറുകളായി എന്നുള്ളതാണ്. ഏറ്റവും മിനിമം വിമാനം റദ്ദായി എന്നുള്ള ഒരു വിവരം പോലും കൃത്യമായി ഇൻഡിഗോ നൽകുന്നില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത്. ചെന്നൈയിൽ നിന്ന് നോക്കുമ്പോൾ ആ വിമാനം വരും അല്ലെങ്കിൽ എത്തുമെന്ന് പറയുന്നു. അതിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് അത് എവിടെയാണ്, ഹൈദരാബാദിലാണോ അല്ലെങ്കിൽ പുനെയിലാണെങ്കിൽ അവിടെ നോക്കുമ്പോൾ ആ വിമാനം റദ്ദാക്കി എന്നുള്ള വിവരമാണ് ഇവർക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഇൻഡിഗോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന വലിയ പ്രശ്നം യാത്രക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഹൈദരാബാദിൽ നിന്ന് 68 വിമാനങ്ങൾ റദ്ദാക്കി, ബംഗളൂരുവിൽ നിന്ന് 75 വിമാനങ്ങൾ റദ്ദാക്കി, ചെന്നൈയിൽ നിന്ന് 38 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഇന്നിപ്പോൾ ചെന്നൈയിൽ നിന്ന് മാത്രം 31 വിമാനങ്ങൾ റദ്ദാക്കി. അതായത് 20 ഡിപ്പാർച്ചറും അതുപോലെ തന്നെ 11 അറൈവലുമാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ 3 വിമാനത്താവളങ്ങളുമായി 400 വിമാനങ്ങൾ റദ്ദാക്കിയെന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. നിതിൻ അംബുജൻ കൊച്ചിയിൽ ചേരുന്നു. നിതിൻ, നെടുമ്പാശ്ശേരിയിലും മറിച്ച് ആയിരുന്നില്ല സാഹചര്യം. ഇവിടെ വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടു, യാത്രക്കാരുടെ പ്രതിഷേധം ഉണ്ടായി, ഇൻഡിഗോയുടെ മാപ്പപേക്ഷ. പ്രശ്നം തുടരും കുറച്ച് ദിവസം കൂടി, നിതിൻ, അല്ലേ? ഹാഷ്മി, ആ നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ വിമാന കമ്പനി അധികൃതർ നൽകുന്ന പ്രതികരണങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പ്രതിസന്ധി ഉണ്ടായിരുന്നു. രാജ്യത്താകമാനമുള്ള പ്രതിസന്ധി നെടുമ്പാശ്ശേരിയിലും സർവീസിനെ കാര്യമായി തന്നെ ബാധിച്ചു എന്ന് തന്നെ പറയാം. ഇന്നലെയും ഇത്തരത്തിൽ പല വിമാനങ്ങളും റദ്ദാക്കിയിരുന്നു. മാത്രമല്ല പലതും വൈകിയാണ്, ഏറെ മണിക്കൂറുകൾ വൈകിയാണ് സർവീസ് നടത്തിയത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരപ്രകാരം പുലർച്ചെ 4:50 വരേണ്ട ഇൻഡിഗോയുടെ റാസൽ ഖൈമ, അതോടൊപ്പം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 5:30 എത്തേണ്ട അബുദാബി, ഇൻഡിഗോയുടെ 7:30 എത്തേണ്ട മസ്കത്ത് എന്നിവ വിമാനം ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇൻഡിഗോ വിമാനത്തിൽ മാത്രമല്ല മറ്റ് വിമാന കമ്പനികളെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി 7:20 എത്തേണ്ടിയിരുന്ന അബുദാബി വിമാനം 12:25 എത്തിയത്. അങ്ങനെ പലതും മണിക്കൂറുകൾ വൈകിയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.